ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ എൻ്റെ മുടിയൊന്ന് സ്റ്റൈലാക്കാമെന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയതാട്ടോ ഗൈസ്. അപ്പോൾ പെരുന്നാൾ ഷോപ്പിംഗും ഉണ്ട്. ഇന്ന് എൻ്റെ മുടി വെട്ടോ ലെയർ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ പെരുന്നാൾ ഷോപ്പിംഗ് ചെയ്യുന്നില്ല. ഇന്ന് ഞാൻ നോമ്പ് വെച്ചതായതുകൊണ്ട് എനിക്ക് കഴിയൂല. അതുകൊണ്ട് ഞാൻ ഇന്ന് പെരുന്നാൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോയും കൂടി ഇത് മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്ത് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഹെയർ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവരെൻ്റെ മുടി അവിടെ വെച്ചിട്ട് മുടിയൊക്കെ വാഷ് ചെയ്ത് ഷാമ്പൊക്കെ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു ടവലെടുത്ത് വെച്ചൊക്കെ തന്നു. മുടിയുടെ വെള്ളമൊക്കെ കളഞ്ഞു. പിന്നെ അവരെന്നെ ചെയ്യാറിലിരുത്തി ഗൈസ്. അപ്പോൾ ഞാനൊരു എക്സൈറ്റിലായി. എങ്ങനെയായിരിക്കും ഞാൻ ലെയർ കട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എൻ്റെ മുടി ഇത്ര ഉണ്ട്. എനിക്ക് സങ്കടമാവുന്നു ഗൈസ്. എൻ്റെ മുടി ഇങ്ങനെ പോവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ബ്യൂട്ടി പാർലറിൽ നിന്നാട്ടാണ് വെട്ടുന്നത് ഗൈസ്. വെട്ടുമ്പോൾ എൻ്റെ മുടി ഇങ്ങനെ നീളം കുറക്കുമ്പോൾ എനിക്കിങ്ങനെ സങ്കടമായി വരും കേട്ടോ. എൻ്റെ മുടി സന്ധ്യ അത്രയും ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അവരെന്തൊക്കെയൊരു ഒരു നമ്മുടെ മുടി മേത്താവാതിരിക്കാനൊക്കെ ഓരോ സംഭവങ്ങൾ കെട്ടിയൊക്കെ തരുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ നല്ല എക്സൈറ്റഡ്. എൻ്റെ മുടി പോവേ എന്നിട്ട് ഞാനൊരു കറങ്ങുന്ന കസാലയിലാണ്. അതിൻ്റെ ഒരു സന്തോഷം വേണം. എന്നിട്ട് അവർ വാരുന്നുണ്ട്, ചീകിയെടുക്കും. പിന്നെ എന്നെ അടുത്ത കസാലയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് ഇതാ എൻ്റെ മുടിയൊക്കെ ഒന്ന് ചീകി എന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അവർ എന്തൊക്കെ രീതിയിൽ ചീകുന്നുണ്ട്. ഓരോ ഭാഗങ്ങളാക്കി ഓരോ ലെയർ എടുത്തിട്ട് അങ്ങനെ ചീകുന്നുണ്ട് ഗൈസ്. പക്ഷെ എന്നാലും എൻ്റെ മുടി നീളം കുറയുമല്ലോ എന്ന് സങ്കടം എനിക്ക്. ഈ കടയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്താ, അവരിങ്ങനെ മുടിയൊക്കെ ചീകി കെട്ടിയൊരു ഉണ്ടാക്കിയൊരു ക്ലിപ്പ് അങ്ങ് കുത്തിച്ച് അങ്ങനെ കാണും കേട്ടോ. ഒന്ന് ഞാൻ നോമ്പ് വെച്ചിട്ടുണ്ടായിരിക്കും, എനിക്കൊരു ക്ഷീണം. അപ്പം അത് എൻ്റെ മുടി വെട്ടി ഗൈസ്, ഒരുപാട് വെട്ടിയിട്ടുണ്ട് ഗൈസ്. വെട്ടി തുടങ്ങി എനിക്ക് സങ്കടമായിട്ടാണ്. ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നത് എന്താണെന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്. മുമ്പിലെ TV ഉണ്ട് കേട്ടോ, അതിലൊരു കാർട്ടൂൺ ഇട്ടിട്ട് അതും കണ്ട് ഇങ്ങനെ നിൽക്കട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്നുണ്ട്. പിന്നെയും ക്ലിപ്പ് വാർന്നിട്ട് ഉണ്ടാക്കി മുകളിൽ വെച്ചിട്ട് ക്ലിപ്പ് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ മുടി ചീകണം ഗൈസ്. എൻ്റെ മുടി നല്ല കെട്ടുണ്ടാവും കേട്ടോ ഗൈസ്. നല്ല കെട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വാർന്നെടുത്തു ഗൈസ്. ഇത് വല്ലാത്ത ഒരു ചതിയായി പോയെന്ന് കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാനവിടെ നോമ്പ് വെച്ചാണെന്ന് തോന്നുന്നുണ്ട്. നല്ല ക്ഷീണം, തലക്കൊക്കെ ഒരുപാട് നേരം പൊങ്ങിയലും താത്തലൊക്കെ ആയിരുന്നു ഗൈസ്. ഞാൻ അവിടുന്ന് എനിക്കൊരു മാറി ഒരു തടസ്സം തോന്നി. കാരണം എൻ്റെ തല അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി. ഞാൻ നോമ്പ് നോറ്റോണ്ടാട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവിടുന്ന് കിട്ടിയതല്ലേ അങ്ങനെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട് കേട്ടോ ഞാൻ ഗൈസ്. അപ്പം അതേ നോക്കിയാൽ എന്തൊക്കെ ഞാൻ ചെയ്യുന്നത്. ആ ചേച്ചിയുടെ വാറിന് പിന്നെ ക്ലിപ്പ് കുത്തിയേക്കാൻ പോവുകയാണ് കേട്ടോ ഗൈസ്. ചീകിൻ്റെ ശേഷം ലെയർ കട്ടൊക്കെ ചെയ്യുകയാണ് കേട്ടോ. ചീകിൻ്റെ ശേഷം അവർ ഓരോ ലെയർ എടുത്തിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. എനിക്ക് സങ്കടം വന്നിട്ടോ ഗൈസ്. ഞാൻ എന്തും അറിയുന്നില്ല. ഞാൻ TV നോക്കിയതുകൊണ്ട് എന്തും അറിഞ്ഞിട്ടില്ല. ലാസ്റ്റായിട്ട് ഞാൻ അറിഞ്ഞത് ഗൈസ്, ഞാനിപ്പോൾ ഷോക്ക് അടിച്ച പോലെയാണ് നിൽക്കുന്നത് ഗൈസ്. എനിക്ക് ആകെ വട്ടി പിടിക്കുന്നുണ്ട്. അങ്ങോട്ട് തല താത്തണം, തല പൊത്തിക്കണം, സൈഡിക്കാക്കണം, മറ്റോടത്തേക്കാക്കണം. അങ്ങനത്തെ ഒരു മാറി ഒരു ഇതാട്ടോ ഗൈസ്. അതും വല്ലാത്ത ചൂടും ഫാനും ഉണ്ടായേണ്ടാ തോന്നുന്നുണ്ട്. പിന്നെയും കുഴപ്പമില്ല ഗൈസ്. ഇപ്പോഴത്തെ വല്ലാത്ത ചൂടാ, സഹിക്കാൻ കഴിയില്ല ഗൈസ്. അങ്ങനെ ഇരുന്ന് വേറെ കസാലോട്ട് മാട്ടിയിട്ട് അങ്ങനെ ഗൈസ് എൻ്റെ മുടി അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ വാർന്ന് എൻ്റെ മുടി റെഡി ആവാൻ പോവാണ് ഗൈസ്. അപ്പോൾ എൻ്റെ മുടി അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇപ്പം എൻ്റെ മുടി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. റെഡി ആവാനിരിക്കട്ടെ. റെഡിയൊന്നും ആയിട്ടില്ല. ഞാൻ കോടീശ്വരന്മാരെ പോലെ രാജാക്കന്മാരെ പോലെ കസാരി ഇരിക്കുന്നുണ്ട്. ഇനി അവരെൻ്റെ മുടി എന്തൊക്കെ ഇങ്ങനെ ഹെയർ ഡ്രൈ ഒക്കെ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഡ്രൈ ചെയ്തിട്ട് അവർ സെറ്റാക്കി എടുക്കും കേട്ടോ. അതുവരെ ഞാൻ എങ്ങനെ സഹിക്കണം ഗൈസ്. അങ്ങനെ ഇപ്പം ഞാൻ തല താത്തി നിൽക്കുന്ന ഒരു കോലം കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഗൈസ്. ഇപ്പം ഞാൻ എങ്ങനെയൊക്കെ നിൽക്കുക കേട്ടോ ഗൈസ്. എൻ്റെ തല ഭൂതം പോലെ ഇരിക്കുന്നു ഗൈസ്. ഇനിയാണ് എൻ്റെ മുടി അങ്ങ് റെഡി ആകുമ്പോൾ പൊളിയായിരിക്കും. ലെയർ കട്ടല്ലേ, എങ്ങനെ പൊളിയാവാതിരിക്കും. അങ്ങനെ ഞാനിതൊന്ന് കഴിഞ്ഞ് കിട്ടാൻ കാത്തിരിക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ അത് അവർ ഹെയർ ഡ്രൈ ചെയ്യാണ്. ഞാൻ കാല് കയറ്റി വെച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. നോമ്പ് വെച്ചോണ്ട് നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് തോന്നി ഇന്ന് നോമ്പ് നോൽക്കണ്ടായിരുന്നു. ഈ ചൂടത്ത് ഇന്നൊരു കടയിൽ പോക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ പുകയൂരിലോട്ടാണ് കേട്ടോ നമ്മൾ പോയത് പുകയൂരത്തെ ബ്യൂട്ടി പാർലറിൽ പോയി. അപ്പോൾ ഗൈസ് നല്ല ചൂടാട്ടോ ഇവിടെ ബ്യൂട്ടി പാർലറിലായതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല ഗൈസ്. അപ്പം അതെ ആ ചേച്ചീൻ്റെ മുടിയൊക്കെ വാർന്ന് നിന്നിട്ടുണ്ട് ഗൈസ്. ഇതേ ഒരു അടിപൊളി ബ്യൂട്ടി പാർലറാട്ടോ ഇതിട്ടോ ഗൈസ്. അപ്പം ഇന്ന് ഗൈസ് ഞാനിവിടെ ഇരുന്നിട്ട് ചീക്കണം ഗൈസ്. ഞാൻ നോമ്പ് നോൽക്കണ്ടായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടോ. മച്ചിനോട് വാശി പിടിച്ചതല്ല, മുഴുവൻ നോറ്റാലേ പറ്റുമെന്നും പറഞ്ഞ് ഞാൻ വാശിയിലാട്ടോ ഗൈസ്. ഇതിൻ്റെ 3ാമത്തെ നോമ്പാണ്. ഈ 3ാമത്തെ നോമ്പ് ഞാൻ മുഴുവൻ നോൽക്കുകയും ചെയ്തു. അങ്ങനെ ഗൈസ് ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് കാട്ടിക്കൂട്ടി അവിടെ ഇരിക്കുകയാണ് ഗൈസ്. ആകെ തല പിരാന്തി പിടിക്കുന്നു. ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കട്ടോ ഗൈസ്. അങ്ങനെ എൻ്റെ പടച്ചോനെന്ന് പറഞ്ഞ് എന്തൊക്കെ ഞാൻ അവിടെ ഇരുന്ന് ചെയ്തു ഗൈസ്. ആകെ വട്ടി പിടിക്കട്ടോ. ഞാൻ ഒക്കെ അങ്ങനെ നിൽക്കണം മാറി തോന്നി. എനിക്ക് വേറെ ചെയറിലോട്ട് മാറ്റലൊക്കെ അല്ലേ. എനിക്കൊരു ചേച്ചിയൊക്കെ എങ്ങനെയാണെന്നാവ ചെയ്യുന്നത് ഗൈസ്. നല്ല പണി ഉണ്ടാവും കേട്ടോ. ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഈ ഹെയർ വെട്ടൽ കഴിഞ്ഞത് കേട്ടോ ഗൈസ്. അപ്പം അതേ ലെയർ കട്ടാണല്ലോ. അങ്ങനെ ഒരുപാട് സമയം കഴിയും കേട്ടോ ഇനി ഗൈസ്. ഹലോ പഠിച്ചോണെ ഇനിയിപ്പോൾ എപ്പോഴും കഴിഞ്ഞ് കിട്ടുന്നതാണ്. അപ്പം അതെ എനിക്ക് ആകെ ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗായ്സ്. ഞാൻ അവിടെ ഇങ്ങനെ നിന്നിട്ട് ഞാൻ മുടി മുമ്പൊക്കെ വന്നിട്ട് അത് മാറ്റലും എന്തൊക്കെ ചെയ്തു ഗായ്സ്. അപ്പം അതെ ഗായ്സ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ ഗായ്സ് ഞാനിവിടെ ഇരുന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഗായ്സ്. അപ്പം ഇത് കഴിഞ്ഞ് കിട്ടുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഗായ്സ്. എൻ്റെ മുടി ചീക്കുക വെട്ടുക അങ്ങനെ കേട്ടോ ഗായ്സ്. ഇനി ഇതെങ്ങനെ കഴിഞ്ഞ് കിട്ടും. പിന്നെയും രാജാക്കന്മാർ പോലെ തന്നെ ഇങ്ങനെ ഇരിക്കും. ഞാനാണ് കൊട്ടാരത്തിലെ രാജ്ഞി എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഒരുപാട് സമയം ഇപ്പം കഴിഞ്ഞു. ഇനിയുണ്ട് ഗായ്സ് സമയം കേട്ടോ. അങ്ങനെ ഗായ്സ് എന്തൊക്കെ ഞാനിവിടെ ഇരുന്ന് ചെയ്യും ഗായ്സ്. ഇനി ഇത് കഴിഞ്ഞ് കിട്ടാൻ എത്ര സമയം ഗായ്സ്. എൻ്റെ പടച്ചോനെ ഇത് പെട്ടെന്ന് ഇങ്ങനെ കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ വളരെ ഉറക്കം വരുന്നുണ്ട് കേട്ടോ ഗായ്സ്. എനിക്കിവിടെ ഇരുന്നിട്ടോ ഗായ്സ്. ഹെയർ ഡ്രൈ ചെയ്യണം അവരുടെ നമുക്ക് കണ്ടപ്പോൾ ഇങ്ങനെ ഇട്ടോ മുടി ഇരിക്കുന്നതിന് ഫുള്ള് കഴിയണം ഗൈസ്. ഞാൻ എന്തൊക്കെ ചെയ്യും അവിടെ നിന്ന് ഗൈസ്. അല്ലാ പഠിച്ചവനെ എന്നെ കാത്തോളി എന്നൊക്കെ പറഞ്ഞവിടെ ഇരിക്കട്ടെ ഗൈസ്. എന്ന് കഴിഞ്ഞ് കിട്ടിയാൽ ഗൈസ്. അങ്ങനെ അവർ കഴിഞ്ഞോ എന്നും പറഞ്ഞ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ഗൈസ്. ആ ചേച്ചിയോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ചേച്ചി കഴിഞ്ഞോ. ആ ചേച്ചി ഇല്ല കുറച്ചും കൂടി ഉണ്ട് ഇത് ചെയ്യാൻ കുറച്ച് പണിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇങ്ങനെ ഏകദേശം എൻ്റെ മുടി കഴിയാനായിട്ട് ഗൈസ്. ഇപ്രാവശ്യത്തിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ലെയർ കട്ട്. ഇതിന് മുമ്പ് ഞാനൊരു ലെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അത് കുളമായിരുന്നു കേട്ടോ. അവരെന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് പൊള്ളിയായിട്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ല അടിപൊളി ഭംഗിയായിട്ട് വന്നിട്ട് ഇതൊക്കെ മുടി ഇങ്ങനെ കോലത്തിലായി. എന്താ ഗൈസ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഈ പ്രാവശ്യത്തെ ഗൈസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ മുടിയൊക്കെ സെറ്റായി ഗായ്സ്. അപ്പോൾ ഞാൻ പിന്നെ വീട്ടിലോട്ട് പോയി. പിന്നെ പിറ്റേ ദിവസം കേട്ടോ ഞാൻ ഷോപ്പിങ്ങിനൊക്കെ പോയത് ഗായ്സ്.
അങ്ങനെ ഗൈസ് എൻ്റെ മുടി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമാട്ടോ ഞാൻ പെരുന്നാൾ ഷോപ്പിങ്ങിന് പോയത് കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്. അങ്ങനെ ഞാനിതേ പെരുന്നാൾ ഷോപ്പിങ്ങിൽ പോവുകയാണ് കേട്ടോ ഗായ്സ്. അങ്ങനെ ഞാൻ കടയിൽ കയറിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ദർശനയിലോട്ട് കയറുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം പുതിയതാക്കിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് കയറി കേട്ടോ ഗായ്സ്. അങ്ങനെ ഞാൻ കയറി ഗൈസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ അങ്ങനെ കയറി. ഗൈസ് ഞങ്ങളെ എൻ്റെ ഡ്രസ്സ് മുകളിലാട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് നടന്ന് പോവുകയാണ് ഗൈസ്. പിന്നെ ഡ്രസ്സ് എടുക്കണം. ഞാൻ നല്ല എക്സൈറ്റഡിലാണ്. എനിക്ക് പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാണ്ട് ഗൈസ്. അങ്ങനെ ഞാനിങ്ങനെ നടന്ന് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ ഡ്രസ്സ് എടുക്കാൻ എത്തിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ആ ഡ്രസ്സൊക്കെ വേണം കേട്ടോ മച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മോൾക്ക് ഒറ്റോട്ടം കോണി കയറണം കേട്ടോ ഗൈസ്. ഇങ്ങനെ കോണി കയറി പോവുകയാണ് ഗൈസ്. എന്നെ മുടി ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. എങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ ഞാൻ പോയി. ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇത് വേണ്ടാന്ന് വിചാരിച്ചു. എനിക്കിത് അത്ര അങ്ങ് പറ്റിയില്ല. പിന്നെ ഞാൻ ഓരോ ഡ്രസ്സ് നോക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗൈസ്. പിന്നെ ഞാൻ ഇനി എടുക്കാൻ പോകുന്നത് വേറൊരു ഡ്രസ്സാണ് ഗൈസ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഇതിൻ്റെ ശീലമൊക്കെ പൊളിയായിരുന്നു ഗൈസ്. പക്ഷേ ഇത് അത്ര അങ്ങ് ഭംഗി തോന്നി. ഇതിന് നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിലോ എന്നും പറഞ്ഞ് ഞാൻ വേറെ തപ്പാൻ പോയിട്ടോ ഗൈസ്. പക്ഷേ ഇതിങ്ങനെയാണ് ഇതിൻ്റെ മോഡലൊക്കെ വരുന്നത് കേട്ടോ ഗൈസ്. ഭംഗിയുണ്ടെങ്കിൽ പറയണേ. നിങ്ങൾക്കിതിൽ ഏത് കളറാണ് ഇഷ്ടം എന്ന് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ പല പല ഡ്രസ്സും ഇങ്ങനെ മാറി മാറി ചെയ്ത് നോക്കി. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നല്ലൊരു ഡ്രസ്സായിരുന്നു. അങ്ങനെ പല പല തരം ഡ്രസ്സുകൾ മാറി മാറി ചെയ്തിട്ടു ഗൈസ്. ഇതൊന്നും ഞാൻ ഇട്ടോക്കി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത്ര വലിയ കൊള്ളൂല ഗൈസ്. അത്ര രസമില്ല ഗൈസ്. അങ്ങനെ ഇതൊക്കെ ഞാൻ വെച്ച് നോക്കി. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതൊന്നും ഇല്ല കേട്ടോ ഗൈസ്. ഇതിൻ്റെ കളർ ചേഞ്ച് ഇതേ പിങ്കും ഉണ്ട് മെറൂണും ഉണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് ഞാൻ ഓരോ ഡ്രസ്സ് തപ്പുന്നുണ്ട്. ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പലതരം ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ നല്ല ഭംഗിയുണ്ട്. ഈ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനിത് ഇട്ടോക്കി. നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഒരു വവ്വാല് പോലുള്ള ഡ്രസ്സ്. ഇതിൻ്റെ മറൂൺ കളറും ഉണ്ട് കേട്ടോ ഗൈസ്. പിങ്കും മറൂണും ആണുള്ളത്. പിന്നെ അത് ഈ ഒരു കളർ ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ പറഞ്ഞു എനിക്ക് പിങ്കാണ് ഇഷ്ടപ്പെട്ടത്. അതെനിക്ക് വേണ്ട. ഈ കളർ രസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മെറൂണും പിങ്കും ഒക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് മെറൂണൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ. അങ്ങനെ ഓരോ ഡ്രസ്സ് ട്രൈ ചെയ്യൽ തുടങ്ങി. ഈ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. ഒരു അടിപൊളി. ഈ കളറിലാണ് രസം. മെറൂണിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട പിങ്ക് കളറാട്ടോ ഗൈസ്. അപ്പം അതേ ഇങ്ങനത്തെ ഓരോ ഡ്രസ്സുകളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇപ്പം പലതരം ഡ്രസ്സുകളും ഉണ്ട് ഗൈസ്. അങ്ങനെ ഇന്ന് ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ. പെരുന്നാൾ സീസൺ ആയതുകൊണ്ട് ഒരുപാട് പറയാനില്ലാത്ത ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ വീഡിയോസിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ എടുത്തതാട്ടോ ഗൈസ്. കാരണം അത്ര ആൾക്കാരായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ കുറച്ച് വീഡിയോസ് എടുത്തതാട്ടോ ഗൈസ്. അങ്ങനെ ഒന്ന് ഞാൻ ഇട്ടോക്കിയത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. പിന്നെ ഞാൻ ഇട്ടോക്കിയത് വേറെ ഒരു ഡ്രസ്സാണ് കേട്ടോ ഗൈസ്. ഞാൻ ഏതൊക്കെ ഡ്രസ്സ് ഒന്ന് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഗായ്സ്.
പിന്നെ ഞാൻ വേറെ ഓരോ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളൊക്കെ പെരുന്നാൾ ഡ്രസ്സ് എടുത്തോ? താഴെ കമൻറ്റ് ചെയ്യട്ടോ കൂട്ടുകാരെ. പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തോളൂ, ലൈക്ക് ചെയ്യട്ടോ ഗൈസ്. അപ്പത്തേ ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് നോക്കി. ഇതും എനിക്ക് പറ്റിയില്ല ഗൈസ്. എന്നാണ് എനിക്കറിയില്ല, എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ലാന്നേ. അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് വേണ്ട അമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓരോ ഡ്രസ്സ് മാറി. പിന്നെ ഈ ഡ്രസ്സിലെത്തി ഈ ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോഴും എനിക്ക് അത്ര അങ്ങ് പറ്റിയില്ല. എന്താണെന്നറിയില്ല. ഇത് പിങ്കിനോട് എനിക്ക് നല്ലൊരു താല്പര്യം തോന്നിയിട്ട ഗൈസ്, പിങ്ക്. പിന്നെ ഇതൊരു ഡ്രസ്സ്, ഇത് ഒരു കള്ളിക്കുപ്പായം പോലെ ഇട്ട് ഗൈസ്, എനിക്ക് അത്ര അങ്ങ് പോകുന്നില്ല. പിന്നെ ഇത് വേറെ ഡ്രസ്സുകളൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട്, ഒരു പാൻറ്റും കാര്യങ്ങളൊക്കെ ബഗി പാൻറ്റൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഗൈസ്. എൻ്റെ മുടിഞ്ഞ മുമ്പ് തിങ്ങുന്ന ഞാൻ മോള് അതും പറഞ്ഞ് ഞാൻ ഓരോ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതെനിക്ക് അത്ര അങ്ങനെ പിടിച്ചില്ല കേട്ടോ. അങ്ങനെ ഓരോരോ ഡ്രസ്സുകളൊക്കെ ഞാനിങ്ങനെ ട്രൈ ചെയ്ത് തുടങ്ങി നോക്കി. അപ്പോൾ ഞാൻ ഓരോ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി. അതിൽ ഞാൻ ഒന്ന് സെലക്ട് ചെയ്തു. അത് ഏതാണെന്നൊന്നും പറയില്ല, ഇതൊന്നുമല്ല, വേറെ ഡ്രസ്സാണ്. ഏതാണെന്നൊന്നും ഞാൻ പറയില്ല, അതൊക്കെ സർപ്രൈസ് ഇട്ടോ ഗൈസ്. അപ്പോൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഞാൻ എൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. അപ്പോൾ ആരൊക്കെ പെരുന്നാൾ ഡ്രസ്സ് എടുത്തു എന്തൊക്കെ എന്നോട് പറയാം കേട്ടോ, താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ലൈക്കും ചെയ്യും പെരുന്നാൾ ഡ്രസ്സ് എടുത്തവർ കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ അവിടുന്ന് ആ കടയിൽ നിന്ന് അങ്ങ് ഇറങ്ങി ഗൈസ്. അപ്പോൾ അതിൻ്റെ പെരുന്നാൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും നമ്മളെ വീഡിയോ. ബൈ ബൈ. വേറെ ഒരു വീഡിയോ വരാം. അസ്സലാമു അലൈക്കും. ടാറ്റാ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.